വിദ്യാർത്ഥികൾക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മളെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ആ ബഡാ ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് ഡിഫറെന്റ് ആറ്റം മോഡൽസിൽ ജെ തോംസന്റെ തോംസൺ മോഡൽ എന്ന വാട്ടർമെലോൺ മോഡലും അതുപോലെ തന്നെ റൂദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ എന്ന പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റവും നമ്മൾ ഡിസ്കസ് ചെയ്ത് ദെൻ അതിൽ തന്നെ ആ പ്ലാനറ്ററി മോഡലിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം ആൽഫാറെ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ഗോൾഡ് ഫോയിലൂടെയാണ് പോയത്. ആ എക്സ്പെരിമെന്റിന്റെ ഫിഗർ ശ്രദ്ധിക്കുക, 2 ഫിഗർ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒന്നൊരു മനോഹരമായ ഫിഗർ എന്റെ വകയും ദെൻ ഒന്ന് ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ, ഏതെങ്കിലും ഒന്ന് വരച്ചു പഠിക്കണം നിർബന്ധമാണ്. അതാണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. ശേഷം അതിൽ നിന്ന് ഒബ്സർവേഷൻ, 3 ഒബ്സർവേഷനും 3 കൺക്ലൂഷനും അതും പഠിക്കണം. ആ ഒബ്സർവേഷനെ മനസ്സിലാക്കാൻ ചെറിയൊരു ചിത്രം കൂടി വേറെ കൊടുത്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ വരച്ചു പഠിച്ചാൽ നല്ലതാണ്. ദെൻ അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം 3 പോസ്റ്റുലേറ്റ്സുകൾ, ശേഷം ഡീമെറിറ്റും. ഈ ഡീമെറിറ്റും കാര്യങ്ങൾ, ആ ഡീമെറിറ്റ് എത്തിയത് മാക്സ്വെൽ ആണ് ഡീമെറിറ്റ് കണ്ടെത്തിയതെന്നും അതിനൊരു ചിത്രമൊക്കെ വരച്ച് അതൊരു എക്സ്പ്ലനേഷന് വേണ്ടി പറഞ്ഞതാ. അത് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾ ആദ്യം പറഞ്ഞ ഒബ്സർവേഷൻ, കൺക്ലൂഷൻ, എക്സ്പെരിമെന്റൽ സെറ്റപ്പ്, ദെൻ അതിന്റെ റൂദർഫോർഡ് ആറ്റം മോഡലൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. മുൻ ക്ലാസ്സുകൾ കാണാതെ ഈ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കരുത്. കണ്ടിന്യൂവേഷൻ ആയതുകൊണ്ട് ഒരു ഹിസ്റ്ററി പോലെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് മോഡലായ ബോർ മോഡൽ. കാരണം കഴിഞ്ഞതിന് ഡീമെറിറ്റ് വന്നില്ലേ. അപ്പൊ ഈ ബോർ മോഡൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാണ്ട്, ചർച്ച ചെയ്യാണ്ട്. കാരണം അന്ന് ആ സമയത്ത് റൂദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡലുമായി ബന്ധപ്പെട്ട സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റഡി നടക്കുന്നുണ്ടായിരുന്നു സയൻസ് ലോകത്ത്. അതായത് മാറ്ററും അതുപോലെ തന്നെ റേഡിയേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ആ റിലേഷനിൽ നിന്ന് നീൽസ് മോർ ആ ഒരു സ്റ്റഡിയുടെ റിസൾട്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തെ കുറിച്ചും സ്ട്രക്ചർ ഓഫ് മോളിക്യൂളിനെ കുറിച്ചും സയൻസ് ലോകത്തിന് കിട്ടി. ഈ ഒരു റിസൾട്ട് യൂട്ടിലൈസ് ചെയ്തു നമ്മളെ നീൽസ് ബോർ. ആ യൂട്ടിലൈസ് ചെയ്തതിൽ നിന്നാണ് അദ്ദേഹം പുതിയ മോഡൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, അങ്ങനെ ആ പുതിയ ബോർ മോഡൽ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം യൂട്ടിലൈസ് ചെയ്തു എന്ന് പറഞ്ഞല്ലേ ഒരു റിസൾട്ട്. ആ റിസൾട്ടിലെ പ്രധാനപ്പെട്ട 2 ഡെവലപ്മെന്റുകളാണ് ഡ്യുവൽ ബിഹേവിയർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്നൊരു കാര്യവും ദെൻ അറ്റോമിക് സ്പെക്ട്ര എന്നൊരു കാര്യവും. ഡ്യുവൽ എന്ന് പറയുമ്പോൾ വേവ് നേച്ചർ ആൻഡ് പാർട്ടിക്കിൾ നേച്ചർ. അതിലെ വേവ് നേച്ചറാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീണ്ടും ഞാൻ പറയാണ്, ഈ ക്ലാസ്സിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ലൈഡ് ഉപയോഗിച്ചിട്ടാണ്, പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ്. ഇനി ഈ 2 ഡെവലപ്മെന്റുകളായ ഡ്യുവൽ ബിഹേവിയറും ആറ്റോമിക് സ്പെക്ട്രവും വിശദമായി ഡിസ്കസ് ചെയ്തിട്ട് ബോർ മോഡൽ എത്തും. അത് കുറച്ച് സമയമാവും എത്താൻ, 2-3 ക്ലാസ് എടുക്കും. അപ്പോൾ സ്ലൈഡ് ഉപയോഗിച്ച് വീണ്ടും ഡിസ്കഷനിലേക്ക് നീങ്ങുകയാണ്. ഡെവലപ്മെന്റ് ലീഡ്സ് ടു ബോർ മോഡൽ ഓഫ് ആറ്റം എന്നാണ് ഹെഡിങ് വരുന്നത്. അതിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. മുൻ ക്ലാസ്സുകൾ കേൾക്കണം, നിർബന്ധമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സുകളൊന്നും മിസ്സാക്കരുത്. ചിലപ്പോ ഈ ക്ലാസ് കുറച്ച് നീളാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സെക്ഷൻ കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്നത് കൊണ്ട് അത് നിങ്ങൾ സഹിച്ചേ പറ്റൂ. കംപ്ലീറ്റ് ആയിട്ട് സഹിച്ച് കേൾക്കുക. കുറച്ച് പ്രോബ്ലം കാര്യമൊക്കെ അതും വരുന്നുണ്ട്. ഓക്കെ, നേരെ സ്ലൈഡിലേക്ക് കിടക്കാം. അപ്പോ ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു വീണ്ടും. ആദ്യം നമ്മൾ ബോർ മോഡൽ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് അതിലേക്ക് എത്തിയ 2 ഡെവലപ്മെന്റുകളെ കുറിച്ച് ചർച്ച ചെയ്യും. ആ കാലത്ത് നടന്ന ഒരു പ്രധാന സ്റ്റഡി ആയിരുന്നു ആര് തമ്മിലുള്ള ഇന്ററാക്ഷൻ. സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ റേഡിയേഷൻ ആൻഡ് മാറ്റർ leads to a lot of information about structure of atom, structure of molecule, etc. Niels Bohr, the scientist Niels Bohr utilized this result and modify the Rutherford atom model based on this development. ഇങ്ങനെയാണ് വരുന്നത്. അതായത് ആ സ്റ്റഡിയിൽ നിന്ന് കിട്ടിയ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് നീൽസ് മോർ ആറ്റത്തിന്റെ മോഡൽ റൂദർഫോർഡിൽ നിന്ന് ഒന്നുകൂടി മോഡിഫൈ ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തി വീണ്ടും പറയാണ്, ഇപ്പോൾ ഒരു സ്റ്റഡി നടന്നുകൊണ്ടേയിരിക്കേണ്ട വർഷങ്ങളായിട്ട് ബിഗ് ബാങ് തിയറിയെ കുറിച്ചുള്ള, ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള ഒരു സ്റ്റഡി നടക്കുന്നുണ്ട്. അഥവാ എന്താണ് ഇനി റിസൾട്ട് വരുന്നത് എങ്കിൽ അതിനനുസരിച്ച് ഒരു പക്ഷേ ഇനിയും സയൻസുകൾ എന്ത് ചെയ്തേക്കാം, മാറിയേക്കാം. ഓക്കെ, ഇതൊക്കെ ഒരു ഹിസ്റ്ററി ആയി ഞാൻ പറഞ്ഞതാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടല്ല കേട്ടോ. ദെൻ നോക്കൂ, ഞാൻ ആ പറഞ്ഞ സെന്റൻസ്, ദി റിസൾട്ട് ഒബ്സർവ്ഡ് ഫ്രം ദി സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ റേഡിയേഷൻ ആൻഡ് മാറ്റർ ലീഡ്സ് ടു എ ലോട്ട് ഓഫ് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് അബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് ആറ്റം, സ്ട്രക്ചർ ഓഫ് മോളിക്യൂൾ, എക്സെട്ര. Rutherford, the scientist, the Niels Bohr utilized this research and modified the Rutherford model atom
ബേസ്ഡ് ഓൺ ദി ടു ഡെവലപ്മെന്റ്. ഏതാണ് ആ രണ്ട് ഡെവലപ്മെന്റ്സ് എന്നറിയോ? ഒന്നിന്റെ പേരാണ് ഡ്വൽ ബിഹേവിയർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഒന്നാമത്തെ എന്താ? ഡ്വൽ ബിഹേവിയർ. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകൾക്ക് ദ്വൈത സ്വഭാവമുണ്ട്. ഡ്വൽ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് എന്ന. പണ്ടൊക്കെ നമ്മൾ ഡുവൽ എന്ന് പറയുമ്പോൾ പലർക്കും അറിയില്ലായിരുന്നു. ഇപ്പൊ പിന്നെ ഡുവൽ സിം ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഇടങ്ങേറില്ല മനസ്സിലാക്കി തരാന്. അപ്പൊ എനിവേ ഡുവൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകൾക്ക് രണ്ട് സ്വഭാവങ്ങളുണ്ട്. അതിൽ ഒന്നേത് മറ്റേത് എന്ന് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതാണ് അറ്റോമിക് സ്പെക്ട്ര എന്നുള്ളത്. സ്പെക്ട്ര എന്നോ സ്പെക്ട്രം എന്നോ പറയാറുണ്ട്. സ്പെക്ട്രക്ക് ഞാൻ നല്ലൊരു എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് വിബ്ജിയോർ എടുക്കുക. വിബ്ജിയോർ കണ്ടിട്ടില്ലേ? വയലറ്റ് ടു ഇൻഡിഗോ, മഴവിൽ കണ്ടിട്ടുണ്ടാവില്ലേ? അതൊരു സ്പെക്ട്രമാണ്. അതായത് ഒരു പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്പെക്ട്ര അല്ലെങ്കിൽ സ്പെക്ട്രം. ഈ വിബ്ജിയോർ എവിടെ ഉണ്ടാകുന്നത്? നമ്മളെ അടുക്കളയിൽ നിന്ന് ഉണ്ടാകുന്ന സാധനമാണോ വിബ്ജിയോർ? അല്ലല്ലോ. വിസിബിൾ ലൈറ്റ്, ധവളപ്രകാശം എന്നൊക്കെ ആയിരിക്കും മലയാള കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവുക എന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ വിസിബിൾ ലൈറ്റിൽ നിന്നല്ല ഉണ്ടാകുന്നത്. ഈ ലൈറ്റുമായി ബന്ധപ്പെട്ട് സോളാർ എനർജി എന്ന് പറയല്ലേ? സോളാർ നിങ്ങൾക്ക് ചിലപ്പോൾ പല എന്ത് വരും ഓർമ്മകളൊക്കെ വന്നുകൂടായി കഴിയില്ല. എനിവേ, അപ്പൊ സോളാർ എനർജി ആണല്ലോ ലൈറ്റ്. ഇങ്ങനെ ഈ കിട്ടിയ വിബ്ജിയോറിനെ സോളാർ സ്പെക്ട്രം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വിളിക്കാം. വൈ? എന്താ? സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റ് ആയതുകൊണ്ട്. അപ്പൊ ആറ്റത്തിൽ നിന്ന് വരുന്ന റേഡിയേഷനെ അറേഞ്ച്മെന്റ് ചെയ്ത് കിട്ടുന്നതാണ് അറ്റോമിക് സ്പെക്ട്ര. വിശദമായിട്ട് പിന്നീട് പഠിക്കാം. പിന്നെ ഒരു ഡൗട്ട് തോന്നും, എന്താ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ? അതിന് ഞാൻ മലയാളീകരിച്ച് ഇങ്ങനെ വരും, വൈദ്യുത കാന്തിക വികിരണങ്ങൾ എന്നാണ് എന്റെ വിശ്വാസം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സാധനം അല്ലാന്ന് തോന്നുന്നുണ്ടോ? എന്നാ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന് നല്ലൊരു എക്സാമ്പിൾ ആണ് എക്സ്റേ. എക്സ്റേ എടുക്കാത്തവര് ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം അതെടുത്ത് പ്രോത്സാഹിപ്പിക്കേണ്ട. അസുഖം വരുമ്പോ അല്ലേ? അസുഖം ഇല്ലാതിരിക്കട്ടെ എന്നൊരു സാന്ദർഭികമായി പ്രാർത്ഥിക്കുന്നു. എക്സ്റേ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ്. നമ്മൾ എക്സാമ്പിൾ ഒക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ പഠിക്കും. ദെൻ IR റേഡിയേഷൻ, ഇൻഫ്രാറെഡ്, UV റേഡിയേഷൻ, അൾട്രാവയലറ്റ്, മൈക്രോവേവ്, റേഡിയോ വേവ്. റേഡിയോ വേവ് പറഞ്ഞാൽ ആകാശവാണി വാർത്തകൾ വായിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്ന, അല്ലെങ്കിൽ 99 ഇത്ര FM, അല്ലെങ്കിൽ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും, പാടു പാട്ട് കൊണ്ടേയിരിക്കും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടില്ലേ? ഇതൊക്കെ തന്നെയാണ് എന്ത്? ഇതൊക്കെ റേഡിയോ വേവാ. ആ റേഡിയോ വേവ് നമ്മൾ FM മറ്റോ ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സൈഡിൽ ഒരു യൂണിറ്റ് M, ക്യാപിറ്റൽ M കേട്ടോ, HZ. എന്താ അത് വായിക്കുക? മെഗാ ഹെർട്സ്. അതായത് മെഗാ എന്ന് പറഞ്ഞാൽ 10⁻⁶ ഞാൻ പറയാം. ഇങ്ങനെ 10⁻⁶ ഫ്രീക്വൻസിയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന റേഡിയേഷനെയാണ് റേഡിയോ വേവ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ റേഡിയോ വേവും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്താന്ന് പഠിച്ചാൽ പോരെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ഡെവലപ്മെന്റ്, ഡ്യുവൽ ബിഹേവിയറും അറ്റോമിക് സ്പെക്ട്രം കേട്ടോ. കുറച്ച് ലെങ്തി സെക്ഷൻ ആവും ഇത്. അപ്പൊ ഒന്ന് സഹിച്ചേ പറ്റൂ, കാരണം ഒരു കണ്ടിന്യൂഷൻ കിട്ടണം. ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കിയേ പറ്റൂ ഈ സെക്ഷൻ. ഇനി നമ്മൾ ഓരോന്നും ചർച്ച ചെയ്യാം. ഡ്യുവൽ ബിഹേവിയർ ആദ്യം ചർച്ച ചെയ്യും, എന്നിട്ട് ആ ഡ്യുവലിലെ ഓരോന്നും ചർച്ച ചെയ്യും. എന്താ ഡ്യുവലിലെ ഓരോന്നും? ഡ്യുവൽ എന്ന് പറയുമ്പോൾ രണ്ടാണ്. അപ്പൊ നോക്കൂ എന്താണ് ആ രണ്ട് വരുന്നത് എന്നുള്ളത്. ഡ്യുവൽ ബിഹേവിയർ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ മീൻസ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകൾക്ക് രണ്ട് ക്യാരക്ടർ ഉണ്ട് എന്ന് പറയുന്ന സെന്റൻസിന്റെ പേരാണ് ഡ്യുവൽ ബിഹേവിയർ. ഏതൊക്കെയാണ് ഈ രണ്ട് ക്യാരക്ടർ? ഒന്ന് വേവ് ക്യാരക്ടറും മറ്റൊന്ന് പാർട്ടിക്കിൾ നാച്ചറുമാണ്. പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ കണികാ സ്വഭാവം, വേവ് നാച്ചർ എന്ന് പറഞ്ഞാൽ തരംഗ സ്വഭാവം. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം, എന്നിട്ട് ഡെഫിനിഷൻ കാണിച്ചു തരാം. നമ്മൾ ഒരു പേപ്പറിന്റെ കഷ്ണം ഞാൻ എന്ത് ചെയ്യാണ്? മുകളിൽ നിന്ന്, ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു പേപ്പർ താഴേക്ക് ഇടുമ്പോ എങ്ങനെ അത് വീയാറ്? ഇങ്ങനെ വളഞ്ഞ് ഒരു വേവ് പോലല്ല താഴേക്ക് പോവാ. ഒറ്റടിക്ക് ഇങ്ങനെ പോവില്ലല്ലോ. ഒറ്റടിക്ക് നേരെ ഒരു കല്ലൊക്കെ ഇടുന്ന പോലെ ഇല്ല. അതായത് പേപ്പറിന് വേവ് നാച്ചറാ കൂടുതലുള്ളത്. മറിച്ച് നിങ്ങൾ ഒരു കല്ല്, ഒരു കനമുള്ള വസ്തു ഇട്, പേപ്പർ കനമില്ലാത്തൊരു വസ്തുവാണെന്ന് സങ്കല്പിക്കുക. ദെൻ ഒരു കല്ലിട്ടോ, കല്ലിടുമ്പോ എന്താ? നേരെ ഇങ്ങോട്ട് വരും. അതിങ്ങനെ കല്ലിങ്ങനെ വളഞ്ഞു പോകും ഇല്ല. അതായത് കല്ലിന് പാർട്ടിക്കിൾ നാച്ചർ നേരിട്ടാണ്. പക്ഷെ എല്ലാ വസ്തുവിനും രണ്ടും ഉണ്ട് എന്നാണ് വിശ്വാസം. ഒന്ന് കൂടുതലും ഒന്ന് കുറവും. പേപ്പറിന് ഏതാ കൂടുതൽ വേവ്? പാർട്ടിക്കിൾ കുറവ്. പാർട്ടിക്കിൾ നാച്ചറിനെ കോർപ്പസ്കിൾസ് എന്നുകൂടി പറയാറുണ്ട്. ദെൻ കല്ലിന് ഏതാ കൂടുതൽ? പാർട്ടിക്കിൾ. ഏത് കുറവാ? വേവ്. അതായത് വെയിറ്റ് കുറഞ്ഞ ആളുകൾക്ക്, മൈക്രോകൾക്ക് വേവ് നാച്ചർ കൂടുതലും, മാക്രോകൾക്ക് വേവ് നാച്ചർ കുറവ്, പാർട്ടിക്കിൾ നാച്ചർ കൂടുതൽ. സോ വാട്ട് ഈസ് ഡ്യുവൽ behavior of electromagnetic radiation? Answer: electromagnetic radiation possesses both wave like nature as well as
പാർട്ടിക്കിൾ ലൈക്ക് നാച്ചർ അല്ലെങ്കിൽ കോർപ്പസ്കിൾസ്. ഈ സെന്റൻസിന് പറയുന്ന പേരാ ഡ്വൽ ബിഹേവിയർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഇനി വേവ് നാച്ചർ ഉണ്ട് എന്ന് കണ്ടെത്തിയ സയന്റിസ്റ്റ് ആണ് മാക്സ്വെൽ. പാർട്ടിക്കിൾ നാച്ചർ ഉണ്ട് എന്ന് കണ്ടെത്തിയ ആളാണ് മാക്സ് പ്ലാങ്ക് എന്നൊക്കെ പറയാട്ടോ. ഇത് പറ്റുമെങ്കിൽ ഇതിന്റെ ഡെഫിനേഷൻ പഠിക്കണം. വാട്ട് ഈസ് ഡ്വൽ ബിഹേവിയർ എന്നുള്ള ആൻസർ ഇതാണ്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഷുഡ് ഹാവ് എന്നോ അല്ലെങ്കിൽ പോസസ് എന്നോ പഠിക്കുക. ബോത്ത് വേവ് നാച്ചർ ആൻഡ് പാർട്ടിക്കിൾ നാച്ചർ. ഇത്ര പഠിച്ചാൽ മതി. ഓക്കെ, മനസ്സിലാവുണ്ടോ? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ വേവ് നാച്ചർ സെപ്പറേറ്റ് പഠിക്കാണ്ട് കേട്ടോ, മറക്കൂലല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? വേവ് നാച്ചർ എന്താ, ശേഷം പാർട്ടിക്കിൾ നാച്ചർ എന്താ. ഈ ചാപ്റ്ററിൽ വേവ് നാച്ചർ ആണ് ഈ സെക്ഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സെക്ഷൻ പാർട്ടിക്കിൾ നാച്ചർ. അത് രണ്ടും കംപ്ലീറ്റ് ആയാലേ എന്ത് വരുള്ളൂ? ഡ്വൽ ബിഹേവിയർ കഴിയുള്ളൂ. പിന്നീട് ഒരു ഹെഡിങ് കൂടി ബാക്കിയുണ്ട്, ഏതാ? അറ്റോമിക് സ്പെക്ട്ര. അതും കഴിഞ്ഞിട്ട് ഏതിലേക്ക് എത്തുള്ളൂ? ബോർ മോഡൽ. അപ്പൊ ബോർ മോഡൽ എത്തണേ മക്കളെ കുറച്ച് നമ്മൾ എന്ത് ചെയ്യണം? പോകണം. ഇനി വേവ് നാച്ചർ എന്താണെന്നറിയാം. ഈ വേവ് നാച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മാക്സ്വെൽ. അയാൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു തിയറി കൊണ്ടുവന്നിട്ടുണ്ട്. ആ തിയറിയുടെ പേര് ഞാൻ കാണിക്കുന്നുണ്ട്. ആ തിയറി അനുസരിച്ച് ഒരു വസ്തുവിൽ നിന്ന് വരുന്ന എനർജി എമിറ്റഡ് ഫ്രം എ ബോഡി കണ്ടിന്യൂസ്ലി ഇൻ ദി ഫോം ഓഫ് എ വേവ്. ഒരു വസ്തുവിൽ നിന്ന് വരുന്ന എനർജി, എമിറ്റ് പറഞ്ഞാൽ പുറത്തു വരിക, അത് എന്തിന്റെ രൂപത്തിലാണ്? ഒരു തരംഗ രൂപത്തിലാണ് വരുന്നത്. മാത്രമല്ല തുടർച്ചയായിട്ടാണ് വരുന്നത്. ഓർത്തോ, ദിസ് എക്സ്പ്ലെയിൻഡ് ബൈ യൂസിങ് മാക്സ്വെൽ ബൈ യൂസിങ് ഫേമസ് തിയറി ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറി. ഈ വേവ് നാച്ചറും ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറിയും സിലബസിൽ ഇല്ല. ഞാൻ വേവ് നാച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് പറയാ എന്ന് മാത്രം. ഇത് കാണാൻ പഠിക്കണ്ട. ഏത് പഠിച്ചാൽ മതി? ഡ്വൽ ബിഹേവിയർ ഓഫ്, എന്താണ് ഡ്വൽ ബിഹേവിയർ എന്ന് പഠിക്കണം. നോക്കൂ, എന്താണ് ആ തിയറി? അക്കോർഡിംഗ് ടു ദിസ്, ഇതനുസരിച്ച് എനർജി എമിറ്റഡ് ഫ്രം എ ബോഡി കണ്ടിന്യൂസ്ലി ഇൻ ദി ഫോം ഓഫ് എ വേവ്. വേവിനെ വേണമെങ്കിൽ റേഡിയേഷൻ എന്ന് വിളിക്കാം. അങ്ങനെ ഒരു വസ്തുവിൽ നിന്ന് എനർജി പുറത്തു വരിക, എമിറ്ററിന് പുറത്തു വിടുക. അത് എന്തിലായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഡിസ്കണ്ടിന്യൂസ് അല്ല, കണ്ടിന്യൂസ്. എന്തിന്റെ രൂപത്തിൽ? വേവിന്റെ രൂപത്തിൽ, അല്ലെങ്കിൽ റേഡിയേഷൻ. അങ്ങനെയുള്ള ആ വേവിനെ റേഡിയേഷൻ എന്തുകൂടി പേര് വേണേ വിളിക്കാം? റേഡിയന്റ് എനർജി. ഒരു പക്ഷെ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ ഭാവിയിൽ ഇതൊക്കെ ഇങ്ങനെ റേഡിയന്റ് എനർജി എന്നൊക്കെ കേൾക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ഇങ്ങനത്തെ വേർഡുകളൊക്കെ കേട്ടോ. ഇനി അപ്പൊ മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള ഈ വേവുകള് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടായിരിക്കും ഇവകളിൽ. ഇലക്ട്രിക് ഫീൽഡാണ് വൈദ്യുത മണ്ഡലം, മാഗ്നറ്റിക് ഫീൽഡാണ് കാന്തിക. ഇത് രണ്ടും ഉൾക്കൊള്ളുന്ന വേവുകളായിരിക്കും. അതും കൂടി പറയുന്നുണ്ട്. ദിസ് റേഡിയേഷൻ കണ്ടെയ്ൻസ് ബോത്ത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ കാൾഡ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൂടി ഉൾക്കൊള്ളുന്ന ആ റേഡിയേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഇനി ഞാൻ അടുത്തതില് വ്യക്തമായിട്ട് എന്ത് ചെയ്യാം? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്താന്ന് ഡെഫിനേഷൻ പറയാം. അപ്പൊ ഈ കാണുന്ന ഈ സ്ക്രീനിൽ നിങ്ങൾ ഒരു കാര്യം പഠിച്ചാൽ മതി. എന്താ ഡ്വൽ ബിഹേവിയർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ? അതിന്റെ ആൻസർ ആ ഫസ്റ്റത്തെ ലൈനുള്ളത്. ഫസ്റ്റത്തെ 3 ലൈനിൽ കണ്ടെത്തിയ ആൾ പോലും നിങ്ങൾ പഠിക്കണം എന്നില്ല. ഓക്കെ, ഇനി നമ്മൾ ഈ നിങ്ങൾ ചില ഫിനോമിനകൾ, പ്രതിഭാസങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ അറിയോ? റിഫ്ലക്ഷൻ കേട്ടില്ലേ? പ്രതിഫലനം. പ്രകാശത്തിന്റെ, ലൈറ്റിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. എന്താ പ്രതിഫലനം? ഒരു പ്രതലത്തിൽ ലൈറ്റ് വന്ന് തട്ടുമ്പോൾ അത് ബൗൺസ് ചെയ്യുക, റിഫ്ലക്ട് ചെയ്യുക, പ്രതിഫലിക്കുക. അത് ലൈറ്റിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇതുപോലെ ഒരു മീഡിയത്തിൽ നിന്ന്, ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക്, മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റിൽ ഉണ്ടാകുന്ന ഒരു ചെരി ബെൻഡ് ഉണ്ടാവില്ലേ? അതിനെന്താ പേര് വിളിക്കുക? അപവർത്തനം എന്ന് മലയാളത്തിലും റിഫ്രാക്ഷൻ എന്ന് ഇംഗ്ലീഷിലോ വിളിക്കുക കേട്ടോ. പഠിച്ചോളും ഫിസിക്സിൽ. ഇതൊക്കെ ലൈറ്റിന്റെ പ്രോപ്പർട്ടിയാണ്. ഇനിയും ലൈറ്റിന് കുറെ പ്രോപ്പർട്ടികളുണ്ട് നിങ്ങൾ കേൾക്കാത്ത. അതിൽ പെട്ടതാണ് ഇത്. രണ്ടെണ്ണങ്ങൾ കേട്ടതാ, ഡിഫ്രാക്ഷൻ, ഇന്റർഫിയൻസ്. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലൈറ്റിന് തരംഗം എന്ന വേവ് നാച്ചർ ഉണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അത് ഓർക്കുക. Using wave theory, we can explain some phenomena like diffraction, interference, etc. ഇതിനെ കുറിച്ചൊക്കെ ഫിസിക്സിൽ വ്യക്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? പഠിക്കും. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പഠിക്കുക. ഇതിന്റെ ഡെഫിനിഷനും പരീക്ഷയ്ക്ക് ആവശ്യമുണ്ട്. എന്താ EMR എന്നുള്ള അതിന്റെ പ്രോപ്പർട്ടിയും പരീക്ഷയ്ക്ക് വരും. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ ആദ്യത്തെ ഭാഗം ഡുവൽ എന്താണെന്നും ഈ ഇപ്പൊ പറയാൻ പോകുന്ന വരുന്നത് EMR എന്നാണ് ഷോർട്ട്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ആൻസർ, വാട്ട് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ? റേഡിയേഷൻ അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ കോൾഡ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. തെറ്റൂലല്ലോ. എക്സാമ്പിൾ എന്താ? ഇഷ്ടം പോലെ അല്ലേ? ഏതൊക്കെയാ? UV പറഞ്ഞോ, വിസിബിൾ ലൈറ്റ് ധവളപ്രകാശം പറഞ്ഞോ, IR പറഞ്ഞോ, പിന്നെ റേഡിയോ വേവ് പറഞ്ഞോ. ഇതൊക്കെ ഉണ്ട്, ശേഷം ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് എക്സാമ്പിളുകൾ. മനസ്സിലായോ? ഇനി എന്താ? നമ്മൾ ആ ചിത്രം ഒന്ന് കാണിച്ച് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും 90 ഡിഗ്രി പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞില്ലേ? അതിങ്ങനെ കാണിക്കുക. നിങ്ങൾ എക്സ് നോക്ക്. എക്സ് എന്നുള്ള ഇങ്ങനെ ഒരു പ്ലെയിനാ, നേരെ വെക്കുക കൈ. Y എന്നുള്ളത് ഇങ്ങനെ പരത്തി വെക്കുക, ഒന്നിങ്ങനെ ഒന്നിങ്ങനെ. അപ്പൊ ഒന്ന് ഇങ്ങനെ പോവാണെങ്കിൽ ഒന്നിങ്ങനെ പോവാന്നുള്ളതാണ്.
ഓക്കെ, ഇതാണ് ആ ലൈറ്റ്. ഈ ചിത്രവും നിർബന്ധമില്ല, അങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലായാൽ മതി. ഇനി നമ്മൾ എന്താ പഠിക്കുന്നല്ലോ, ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ പ്രോപ്പർട്ടി. അപ്പൊ എന്തായാലും EMR അതിന്റെ പ്രോപ്പർട്ടിയും പരീക്ഷയ്ക്ക് വരും. ഒന്ന്, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും, 90യിലായിരിക്കും പരസ്പരം. രണ്ടാമത്, ഇവർക്ക് സഞ്ചരിക്കാൻ ഒരു മീഡിയം, ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ല. നോട്ട് റിക്വയർ എ മീഡിയം ടു ട്രാവൽ എന്നതിനേക്കാൾ നല്ല വേർഡ് പ്രൊപ്പഗേറ്റ് എന്നാ പറയാ. ട്രാവൽ പറഞ്ഞാൽ സഞ്ചരിക്കാൻ, പ്രൊപ്പഗേറ്റ് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ പേരാ. നമ്മള് രാജാവ് എഴുന്നള്ളിക്കുക എന്നല്ലേ പറയാ, രാജാവ് ചലിക്കുക എന്ന് പറയാറില്ലല്ലോ. അത് ഒരു പ്രയോഗമാണ്, അത് പറഞ്ഞതിൽ തെറ്റൊന്നും ഉണ്ടായില്ല. അപ്പൊ എന്ത് ചെയ്യാ, നോട്ട് റിക്വയർ എ മീഡിയം ടു പ്രൊപ്പഗേറ്റ് എന്നാണ് നല്ലത്. ഞാൻ ട്രാവൽ എന്നാണ് എന്ത് ചെയ്തത്, എഴുതിയത് എന്ന് മാത്രം. ദെൻ മൂന്നാമത്തെ നോക്ക് പ്രോപ്പർട്ടി, ഡിഫർ ഫ്രം വൺ അനദർ ഇൻ വേവ് ലെങ്ത് ഓർ ഫ്രീക്വൻസി. ഓരോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും വ്യത്യസ്ത വേവ് ലെങ്തും ആയിരിക്കും, വ്യത്യസ്ത ഫ്രീക്വൻസി അല്ലെ ആവൃത്തിയും ആയിരിക്കും. അടുത്തത്, ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുകളെല്ലാം വെലോസിറ്റി ഓഫ് ലൈറ്റ് എത്രയെന്ന് അറിയോ, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്, 3 ലക്ഷം മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് ഇവരൊക്കെ സഞ്ചരിക്കുക. ഇങ്ങനെ 4 പ്രോപ്പർട്ടി ഉണ്ട് EMR. ഇത്രയും അടുത്തതിൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ നിങ്ങൾ എന്തുകൂടി കഴിയുമെങ്കിൽ പഠിക്കുക വാട്ട് ഈസ് EMR, പിന്നെ എന്തുകൂടി പഠിക്കുക വാട്ട് ഈസ് ഡ്യുവൽ ബിഹേവിയർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ആ സെന്റൻസ് മാത്രം. ഇനി അടുത്ത നമ്മൾ പഠിക്കണം ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്നൊരു ഹെഡിങ്. ഞാൻ നേരത്തെ കുറെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുകളെ പറഞ്ഞില്ലേ, ഏതൊക്കെയാണ്? റേഡിയോ വേവ് ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്, IR ഉണ്ട്, UV ഉണ്ട്, വിസിബിൾ ഉണ്ട്, എക്സ്റേ ഉണ്ട്, ഗാമ ഉണ്ട്, കോസ്മിക് ഉണ്ട്. പേടിച്ചു ഇല്ലേ, 8 എണ്ണം. ഈ 8 ആളുകളെ അല്ലെങ്കിൽ 7 എണ്ണെങ്കിലും പഠിച്ചിട്ടാല് ഇവകളെ ഒന്നുകിൽ വേവ് ലെങ്ത്തിന്റെ കൂടുന്ന ക്രമത്തിൽ, അല്ലെങ്കിൽ വേവ് ലെങ്ത്തിന്റെ കുറയുന്ന ക്രമം, പ്രശ്നമില്ല, അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടുക അല്ലെങ്കിൽ ഫ്രീക്വൻസി കുറയുക, ഏതെങ്കിലും ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്തതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ 10 കുട്ടികളുണ്ട്, 10 കുട്ടികൾ ഹൈറ്റ് കൂടിയ ക്രമത്തിൽ ഇങ്ങനെ വെച്ചു, അത് തന്നെയാണ് അവരുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ. അവര് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഡറിൽ. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞോളെ, വളരെ ഇമ്പോർട്ടന്റ് കേട്ടോ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്നുള്ളത്. ആ സ്പെക്ട്രം ഡെഫിനേഷൻ പറയുന്ന മുമ്പ് ഞാൻ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ചിത്രം ഒന്ന് കാണിച്ചു തരാം. കണ്ട, ഇതെന്താ ഉള്ളത്, ആകെ പേടിച്ചോ? ഇതിങ്ങനെ നോക്കി ഇടത്തുനിന്ന് വലത്തോട്ട് നോക്കി, നിങ്ങൾ ഇടത്തുനിന്ന് വലത്തോട്ട് നോക്കുമ്പോ, അല്ല ഏതെങ്കിലും ഒരു സൈഡ് നോക്കിക്കോ, ഇത് തല തിരിയണ്ട, വലത്തുനിന്ന് ഇടത്തോട്ട് എടുക്കുക. ഞാൻ ആദ്യം ലോങ് റേഡിയോ വേവ്, പിന്നെ AM, പിന്നെ FM, അതിൻ്റെ റേഡിയോ വേവ്. അതായത് ഒരു 10⁻⁶ എന്ത് വരെ 6 കഴിഞ്ഞ് 8 വരെ ഏകദേശം എന്ത് വരുന്നുണ്ട്, റേഡിയോ വേവ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ അറിയോ, 1 2 3 4 5 6 7, ഒരു 7 ബോക്സ് വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി അറിയോ, ഒന്നാമത്തെ ബോക്സിൽ വലതുഭാഗത്ത് റേഡിയോ വേവ് എന്ന് എഴുതാം, രണ്ടാമത്തിൽ മൈക്രോവേവ് എന്ന് എഴുതാം, ദെൻ IR എഴുതാം. പിന്നെ ഒരു കളർ കണ്ടില്ല നിങ്ങൾ, വിബ്ജിയോർ ഇങ്ങനെ വരുന്നത്, അതെന്താ, വിസിബിൾ ആണ്, അവിടെ വിസിബിൾ എന്ന് എഴുതാം. പിന്നെ UV, എക്സ്റേ, ഗാമ, പിന്നെ ഒന്ന് കോസ്മിക് ഉണ്ട്. ഇങ്ങനെ അതിങ്ങനെ ഈ ഒരു ഓർഡറിൽ പഠിക്കണം കേട്ടോ. ഒന്നുകിൽ റേഡിയോ വേവ്, മൈക്രോവേവ്, IR, UV, എക്സ്റേ, ഗാമ, കോസ്മിക് എന്നോ, അല്ലെ അവിടുന്ന് ഇങ്ങോട്ട് കോസ്മിക് ഇതിലില്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, കോസ്മിക് റേ എന്ന് പറയാം. കോസ്മിക് റേ, ഗാമ, എക്സ്റേ, UV, വിസിബിൾ, IR, മൈക്രോ, റേഡിയോ. റേഡിയോനെ ലോങ് റേഡിയോ വേവും മറ്റേ റേഡിയോ വേവും FM ഒന്നും ഇങ്ങനെ പഠിക്കേണ്ട, വെറും റേഡിയോ വേവ് എന്ന് പഠിച്ചാൽ മതി. ഈ ഒരു ചിത്രത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. അപ്പൊ ഡെഫിനിഷൻ ചോദിക്കുമ്പോൾ ഈ ചിത്രം വരയ്ക്കാൻ പ്രയാസമാണ്, വേണ്ട, ഡെഫിനിഷൻ പഠിച്ചാൽ മതി. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റേഡിയോ വേവ് മുതൽ ഗാമ വരെ എടുക്കുകയാണെങ്കിൽ, വലത്തുനിന്ന് ഇടത്തോട്ട് എടുക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി നോക്ക് കൂടി കൂടി വരിക അല്ലെ, ഫ്രീക്വൻസി 10⁻⁴ 10⁻24 വരെ. പക്ഷെ ലാംഡ കണ്ടില്ല നിങ്ങൾ, ലാംഡ എന്ന വേവ് ലെങ്ത്, വേവ് ലെങ്ത് എന്ന തരംഗ ദൈർഘ്യമാണ്. അത് കണ്ടോ, 10⁻8 10⁻6 കുറഞ്ഞ് 10⁻⁻16. അപ്പൊ എന്താ മനസ്സിലായത് അറിയോ, ഗാമക്ക് ഫ്രീക്വൻസി കൂടുതലാ, പക്ഷെ വേവ് ലെങ്ത് കുറവാണ്. ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ ഒന്നെങ്കിൽ വേവ് ലെങ്ത് കൂടി വരുന്ന ക്രമത്തിൽ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീക്വൻസി കുറയുന്ന ക്രമത്തിൽ അറേഞ്ച് ചെയ്ത ആ അറേഞ്ച്മെന്റ് നമ്മൾ എന്ത് വിളിക്കും, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം? ഇറ്റ് ഈസ് ദി അറേഞ്ച്മെന്റ് ഓഫ് various electromagnetic radiation based on frequency or wavelength are called electromagnetic spectrum. ഇതാണ് ഡെഫിനിഷൻ. ആ ഒരു സെന്റൻസ് മാത്രം ഡെഫിനിഷൻ പഠിക്കുക. താല്പര്യമുള്ളവര് ചിത്രം വരയ്ക്കാം, നിർബന്ധമല്ല, കൊളാക്കേണ്ടതില്ല. ഇതിൽ നോക്ക് നിങ്ങൾ, വിബ്ജിയോർ നോക്ക്, ഫസ്റ്റ് ആരാ, വയലറ്റ്, ഇപ്പുറത്ത് ആരാ, റെഡ്. അപ്പൊ റെഡിനല്ലേ വേവ് ലെങ്ത് കൂടുതൽ. അപ്പൊ ഈ കാണുന്ന ചിത്രത്തിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ വേവ് ലെങ്ത് കൂടുന്നു, ഫ്രീക്വൻസി കുറയുന്നു, രണ്ടും ഓപ്പോസിറ്റാ. ഇനി ഞാൻ അതുകൂടെ കൊടുക്കാം. ദി ഇമ്പോർട്ടന്റ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇൻ ദി ഡിക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്. വേവ് ലെങ്ത് കുറഞ്ഞു വരുന്ന ക്രമം. അപ്പൊ എവിടുന്ന ഗാമയിൽ നിന്ന് ഞാൻ റേഡിയോയിലേക്കാ പോകുന്നത്. ഗാമക്ക് പകരം ഞാൻ കോസ്മിക് കൂടി എടുക്കണം. കണ്ട,
കോസ്മിക്, ഗാമ, എക്സ്റേ, UV, വിസിബിൾ, ഇൻഫ്രാ, മൈക്രോ ആൻഡ് റേഡിയോ വേവ്. ഇത് പരീക്ഷയ്ക്ക് നല്ലവണ്ണം ചോദിച്ചിട്ടുണ്ട്. ഈ 8 ആളുകൾ അങ്ങ് തരും. എന്നിട്ട് നിങ്ങളോട് പറയും 8 ആളുകൾ ഡിസോർഡർ ആക്കി തരും. എന്നിട്ട് നിങ്ങളോട് പറയും വേവ് ലെങ്ത് കൂടി വരുന്ന ക്രമത്തിൽ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ വേവ് ലെങ്ത് കുറഞ്ഞ ക്രമത്തിൽ, അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടിയത്, ഫ്രീക്വൻസി കുറഞ്ഞത്, ഏതെങ്കിലും ചോദിക്കും. ഇത് ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചു വെക്കാം. ഞാനിത് ഓർത്ത് വെക്കല് വലത്തുനിന്ന് ഇടത്തോട്ടാ. ഫ്രീക്വൻസി കൂടിയ ക്രമമാണ്. പിന്നെ ഞാൻ അതിൽ നിന്ന് മറ്റതൊക്കെ ഉണ്ടാക്കി സ്വയം ഉണ്ടാക്കും. എങ്ങനെ ഫ്രീക്വൻസി കൂടുക? റേഡിയോ വേവ്, ഞാൻ എന്റെ ശൈലി അതാണ്. പിന്നെ മൈക്രോവേവ്, IR, വിസിബിൾ ലൈറ്റ്, UV, എക്സ്റേ, ഗാമ ആൻഡ് കോസ്മിക്. അങ്ങനെ ഞാനിവിടെ എഴുതി തലയിരിച്ചുവാണ്. അത് എങ്ങനെ എഴുതാം? ഒന്ന് പഠിച്ച ഏത് രൂപത്തിൽ എഴുതും. ഇവിടെ അങ്ങോട്ട് പോയാൽ എനിക്കറിയുമെങ്കിൽ അവിടെ ഇങ്ങോട്ട് വരാനും എനിക്കറിയുമെന്നുള്ളത് അത് നിങ്ങൾക്കും അറിയും. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സമയം കൂടും, ക്ലാസിന്റെ സഹിച്ചേ പറ്റൂ. ഓക്കെ, ദെൻ നമുക്ക് ഇനി എന്ത് ചെയ്യാറിയോ? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആയില്ലേ? നോക്കൂ, നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് വരുന്ന ചില ടേമുകൾ, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായി ബന്ധപ്പെട്ട ചില ടേമുകൾ. നിങ്ങൾക്ക് അറിയുന്ന ടേം ഉണ്ട്, പുതിയതൊന്നല്ല. മലയാളം മീഡിയം ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ ഫ്രീക്വൻസി, അതിന് സൂചിപ്പിക്കുന്ന സിമ്പൽ ആണ് ന്യൂ എന്ന ആവൃത്തി. ന്യൂ ഒരു V പോലെ ഇടുക. ചില ആളുകൾ ഒന്ന് വളച്ചപ്പോഴും ഏതെങ്കിലും സ്കൂളൊക്കെ, എന്തായാലും ഇങ്ങനെ ഇട്ടാലും മതി, അത് ഞങ്ങൾക്ക് മനസ്സിലാവും. സാഹചര്യത്തിനനുസരിച്ച് ഞങ്ങൾ അത് V നല്ല വായിക്കുക, ന്യൂ എന്ന്. അത് കറക്റ്റ് V എന്നല്ല, എന്നാലും നിങ്ങൾ അങ്ങനെ എഴുതിക്കോ. ഓക്കെ, എന്താ ഫ്രീക്വൻസി? ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന വേവുകളുടെ എണ്ണം ഒരു സെക്കൻഡിൽ. ഓക്കെ, number of waves passing through a point in 1 second are called frequency or ആവൃത്തി. എന്താ യൂണിറ്റ് ഫ്രീക്വൻസിന്റെ? ഹേർട്സ് അല്ലെ? ഹേർട്സ് എന്ന് പറയാം. അല്ലെങ്കിലോ സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ, തെറ്റില്ലല്ലോ. അടുത്ത വേവ് ലെങ്ത്, തരംഗ ദൈർഘ്യം, ലാംഡ എന്നാണ് ചിഹ്നത്തെ വായിക്കുക. ഇമ്പോർട്ടന്റ് ആണ്, അത് ഭാവിയിലൊക്കെ വരുന്നുണ്ട്. ഇത് മനസ്സിലാക്കാനും അടുത്ത 2 ടേമുകൾ മനസ്സിലാക്കാനും ഞാനൊരു ചിത്രം കൊണ്ടുവരാം. കണ്ടില്ലേ? എന്താണ് ഒരു വേവിന്റെ ചിത്രം? കണ്ടില്ലേ നിങ്ങള്? ഈ വേവിന്റെ കുന്നിനെ, മുകൾ ഭാഗത്തിനെ നമ്മൾ വിളിക്കും എന്ത് പേര്? ക്രസ്റ്റ്. മുകളത്ത് അടിയനെ ട്രഫ്. ദയവേത് മലയാളം എനിക്ക് അറിയില്ല, എന്നാലും ഞാനത് പറഞ്ഞുതരാം. മലയാളം മീഡിയം ഓർമ്മ ഉണ്ടെങ്കിൽ ഓർത്ത് വെച്ചോ. ഒന്ന് ഉന്നതിയോ എന്തോ, ആയതി ഉന്നതി, അങ്ങനെ എന്തൊക്കെയോ ഒരു പേരാണ്. അപ്പൊ ഇതാണ് ഉദ്ദേശിച്ചത്. മുകൾ ഭാഗം ക്രസ്റ്റും താഴ്ഭാഗം എന്തുവാ? ട്രഫുമാണ്. അത് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇനി ആ ചിത്രത്തിൽ നോക്ക്. അടുത്തടുത്ത ക്രസ്റ്റുകൾ തമ്മിലുള്ള ദൂരമാണ് ലാംഡ, അല്ലെങ്കിൽ അടുത്തടുത്ത ട്രഫ്. അടുത്തടുത്ത എന്ന് പറയുമ്പോൾ അഡ്ജസെന്റ്, അതാണ് എന്ത്? ലാംഡ. വാട്ട് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് വേവ് ലെങ്ത്? ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസെന്റ് ക്രസ്റ്റ് ഓർ ട്രഫ്. സാധാരണ വേവ് ലെങ്ത്തിന് പല യൂണിറ്റും ഉണ്ട്. പക്ഷെ അതിന് മീറ്ററിൽ പറയാം, നാനോമീറ്ററിൽ പറയാം, പൈക്കോമീറ്ററിൽ പറയാം. ഒക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അത് കാണാതെ ഇത് പഠിക്കരുത്. ഓക്കെ, ഇനി കണ്ട നിങ്ങള് ക്രസ്റ്റിന്റെ ഉയരം, അതിന് എന്നിട്ട്, അല്ലെങ്കിൽ ട്രഫിന്റെ ഉയരല്ല, ട്രഫിന്റെ താഴ്ച എന്നാ പറയാം. ഉയരത്തെ ഹൈറ്റ് എന്നും താഴ്ചയെ ഡെപ്ത് എന്നും ഇംഗ്ലീഷിൽ പറയാം. ഇതിനെ ആംപ്ലിറ്റ്യൂഡ് എന്നാ വിളിക്കുക. അതിന് മലയാളം എനിക്കറിയില്ല, നിങ്ങൾ പറ്റുമെങ്കിൽ നോക്കിക്കോ കേട്ടോ. പിന്നെ അതിന് മുമ്പ് വേവ് നമ്പർ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ശരിക്ക് ആംപ്ലിറ്റ്യൂഡ് സിലബസ് വരുന്നത്. ഞാൻ ഈ സ്ലൈഡ് ആകുമ്പോൾ ആ ഓർഡറിൽ നമ്മൾ നിർബന്ധിതനാവും. മറ്റേതാകുമ്പോൾ എന്റെ ഓർഡറിൽ എടുക്കാമായിരുന്നു. എനിവേ അതാണ് പ്രശ്നം, ഇതിന് ഓർഡർ പക്കണ്ടേ. അപ്പൊ എന്നാലും വേവ് നമ്പർ ആയിക്കോട്ടെ. വേവ് നമ്പർ എന്നാൽ ന്യൂ ബാർ. ന്യൂവിന്റെ മുകളിൽ എന്ത് കൊടുക്കുക? ഒരു വര എടുക്കുക. വേവ് നമ്പർ എന്നാണ് എന്താ അറിയോ? 1/λ. ലാംഡന്റെ reciprocal വിൽക്രമം. ഓക്കെ, വെയിറ്റ് ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത്, ദാറ്റ് ഈസ് ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ. ആ ഇക്വേഷൻ നിർബന്ധമാണ് കേട്ടോ, പ്രോബ്ലത്തിന് ആവശ്യമുണ്ടേ. ഓക്കെ, ഇനി സാധാരണ ഇതിന്റെ യൂണിറ്റ് വേവ് ലെങ്ത്തിന് മീറ്റർ ആണെങ്കിൽ മീറ്റർ ഇൻവേഴ്സ് എന്ന് വരും. സെന്റിമീറ്ററിലാണെങ്കിൽ സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറയും. സാധാരണ മീറ്റർ ഇൻവേഴ്സോ സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് യൂണിറ്റുകൾ. അടുത്ത് നോക്കൂ, ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് ഞാൻ നേരത്തെ പറഞ്ഞ ഹൈറ്റ് ഓഫ് ക്രസ്റ്റ് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ട്രഫ് ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. ഇത്രയും ടേമുകൾ ഉണ്ട്. ഓക്കെ, ഈ ടേമുകളൊന്നും സാധാരണ കാണാറില്ല. ഒരു തവണ എന്താണ് വേവ് നമ്പർ എന്ന് പരീക്ഷയ്ക്ക്, അതും കഴിഞ്ഞ മാർച്ചിൽ ചോദിച്ചിട്ടുണ്ട്. വേവ് നമ്പർ എന്താ? പിന്നെ ചോയ്സ് ഉണ്ടാവും. അതിനെല്ലാം വരികൾക്കിടയിലൂടെ ചോദിക്കണമെന്നില്ല. അല്ലെങ്കിലും ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം. എന്താ ആൻസർ കിട്ടുന്നില്ലെങ്കിലും എന്നോട് എന്ത് ചെയ്യണം? ചോദിക്കണം. ചോദിക്കൂലേ? ചോദിച്ചാൽ നിങ്ങൾക്ക് നന്ന്. എവിടുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക? HSS ലൈവ് എന്ന് ഗൂഗിളിൽ അടിക്കുക. ഇങ്ങനെ അടിച്ചാൽ മതി. +1 കെമിസ്ട്രി പ്രീവിയസ് ഇയർ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇൻ HSS ലൈവ് എന്ന് നിങ്ങൾ ഗൂഗിള് അടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ ചാപ്റ്ററിലെയും എന്ത്, കെമിസ്ട്രിയിലും ഫിസിക്സിലും എല്ലാ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ മുൻ വർഷങ്ങളിൽ ചോദിച്ച. അപ്പൊ 2 ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞിട്ടോ, നിങ്ങൾ നോക്കിക്കോളൂ. ഇതൊന്നും കാണാത്ത ആളുകളുടെ മുൻ വീഡിയോകളൊക്കെ ഒന്ന് കാണണേ. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത സെക്ഷനിലേക്ക് കിടക്കട്ടെ.
ആ മുകളിൽ പറഞ്ഞ ആളുകളിൽ ചില ആളുകളായ ഫ്രീക്വൻസി എന്ന ന്യൂ, പിന്നെ സ്പീഡ് ഓഫ് ലൈറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ പഠിച്ചത് കൊണ്ട്. സ്പീഡ് ഓഫ് ലൈറ്റ് പറഞ്ഞാൽ സി കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പിന്നെന്തുവാണ്? വേവ് ലെങ്ത് ലാംഡ. ഈ ആളുകൾ തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് എടുത്തെടുക്കാൻ പോകുന്നത്. ന്യൂവും സിയും ലാംഡയും കൂടി തമ്മിലുള്ള റിലേഷൻ പ്രോബ്ലത്തിന് ഈ സെക്ഷൻ അടക്കം നല്ല ചോദിക്കും, പഠിക്കണം. ഇതാണ് റിലേഷൻ സി ഈക്വൽ ടു ന്യൂ ഇൻറ്റു ലാംഡ. ഓക്കെ, ഇതിൽ നിന്ന് ന്യൂ ഈക്വൽ ടു എന്ത് ചെയ്താം? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? പറഞ്ഞോളൂ, സി ബൈ ലാംഡ. ഞാൻ ആ സെക്കൻഡ് ഇക്വേഷൻ ഓർത്തിരിക്കല്, അതാണ് എനിക്ക് എളുപ്പം. ന്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ, അതാണ് ഇക്വേഷൻ. ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ന്യൂ, സി ആൻഡ് ലാംഡ. മറക്കോ? മറക്കരുത്, പ്രോബ്ലം ചോദിക്കും. പ്രോബ്ലത്തിലേക്ക് കടന്നൂടെ? നോക്കിക്കോ. ഈ പ്രോബ്ലം കഴിഞ്ഞ സെക്ഷൻ കഴിയും. ദി വിവിധ് ഭാരതി സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഡൽഹി ബ്രോഡ്കാസ്റ്റ് ഓൺ എ ഫ്രീക്വൻസി ഓഫ് 1368 kilohertz. Calculate wavelength of electromagnetic radiation emitted by transmitter. Which part of the electromagnetic spectrum does it belong to? അതായത് ഡൽഹിയിലുള്ള റേഡിയോ നിലയം, വിവിധ് ഭാരതി സ്റ്റേഷൻ റേഡിയോ നിലയം ഒരു ആവൃത്തി, ഒരു ഫ്രീക്വൻസി ആ റേഡിയോ സ്റ്റേഷൻ ഇങ്ങനെ പുറത്തു വിടുന്നുണ്ട്. ആ ഫ്രീക്വൻസിയുടെ വേവ് ലെങ്ത് 1368 കിലോ ഹെഡ്സ്. കിലോ എന്ന് പറയുമ്പോൾ 1000 അല്ലേ? അപ്പൊ 1368 ഇൻറ്റു 10⁻³ ഹെഡ്സ്. 1000 എന്നുള്ള ഇവിടെ ഉണ്ട്, 1300 1000 ഉണ്ട്, കിലോയിലും 1000. അപ്പൊ 10⁻6 റേഞ്ചിലാണ് ഹെഡ്സ് വരുന്നത്. അപ്പൊ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മെഗാ ഹെഡ്സിലെ 10⁻6 ആണ്, റേഡിയോ വേവ് ആണ് എന്നുള്ളത്. അപ്പൊ റേഡിയോ വേവ് ഒക്കെ 10⁻6 റേഞ്ചിലാണ് വരിക. ഇവിടെ അത് കറക്റ്റ് കൊടുത്തു. എത്ര? 10⁻6 മാത്രമല്ല, അതിന് 360 കൂടി വരും. അപ്പൊ 1368 ഇൻറ്റു 10⁻³ വരും. ഓക്കെ, ദെൻ കിലോട്സ്. ഇനി എന്താ അങ്ങോട്ട് ചോദിച്ചേ? അങ്ങനെയെങ്കിൽ ആ ഫ്രീക്വൻസിയുടെ വേവ് ലെങ്ത് കാണണം. മാത്രമല്ല നിങ്ങൾ ആ ഫ്രീക്വൻസി ഉള്ള ആ റേഡിയേഷനിൽ അത് ഏത് പാർട്ടിലാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ വരിക, അതിനനുസരിച്ച് തന്നെ തീരുമാനിക്കും. റേഡിയോ പാർട്ട്, റേഡിയോ വേവ് എന്ന പാർട്ട്. കാരണം എന്താ പച്ചക്ക് പറയുന്നത് ഓൾ ഇന്ത്യ റേഡിയോ എന്നൊക്കെ പറഞ്ഞു, പിന്നെ സംശയിക്കേണ്ട ഒപ്പൊന്നുമില്ലല്ലോ. ദെൻ ഇനി നമ്മൾ നോക്കട്ടെ, ഫ്രീക്വൻസി കിട്ടിയില്ലേ, വേവ് ലെങ്ത് കണ്ടൂടെ? എന്താ ഫ്രീക്വൻസി വേവ് ലെങ്ത് തമ്മിലുള്ള റിലേഷൻ? അവ രണ്ടും മാത്രം റിലേഷൻ ഇല്ല, ഇങ്ങനെ റിലേഷൻ ഉണ്ട്. ന്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ ഇല്ലേ? ന്യൂ തന്നിട്ടുണ്ട്, ലാംഡ കാണണം. അപ്പൊ ലാംഡനാണ് കൊണ്ടിരിക്കോ, ന്യൂനെ കൊണ്ട് കൊണ്ടുവന്ന മുകളിലത്തെ ഇക്വേഷനില്. അപ്പൊ എന്താ? ലാംഡ ഈസ് ഈക്വൽ ടു സി ബൈ ന്യൂ. അപ്പൊ ഒരു സംശയം, സി എവിടുന്ന കിട്ടുക സാറേ? മൂന്നാമത്തെ അക്ഷരം ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ആണോ? അല്ല. സി ആണ് എന്താ? വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ്. എത്രയാ? അത് കോൺസ്റ്റന്റ്. ബൈഹേർട്ട് ചെയ്യണം. 3 × 10⁸8. അപ്പൊ പണ്ട് ഞാൻ ഈ ചാപ്റ്ററിൽ ഒരു സാധനം ബൈഹേർട്ട് ചെയ്യാൻ പറഞ്ഞു, മറന്നോ? എന്താ? മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 × 10⁻31. അടുത്ത ബൈഹേർട്ട് വെലോസിറ്റി ഓഫ് ലൈറ്റ് 3 × 10⁸8. ഇനിയും വരും അടുത്ത ക്ലാസ്സിലൊക്കെ ബൈഹേർട്ടുകളുണ്ട്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഒക്കെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആൻസർ ചെയ്യട്ടെ. ആൻസർ ഞാൻ പേപ്പറിൽ എഴുതിയിരിക്കുകയാണ്, ക്ഷമിച്ചോളൂ. ന്യൂ തന്നിട്ടുണ്ട് 1368. കിലോ ഹെഡ്സിനെ ഞാൻ ഹെഡ്സ് ആക്കി. അത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. എന്താ കാണേണ്ടത്? ലാംഡക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കാണണം. വി ഹാവ് ന്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ. സി എന്താ? അത് കോൺസ്റ്റന്റ്. സി എന്നുള്ളത് കോൺസ്റ്റന്റ്. അത്ര 3 × 10⁸8 മീറ്റർ/സെക്കൻഡ്. ഈ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മാറാത്ത സാധനം. ആ കോൺസ്റ്റന്റിന് യൂണിറ്റ് അറിയാം നിങ്ങൾ മീറ്ററില. മീറ്ററിന്റെ ജ്യേഷ്ഠന്റെ പേരെന്താ? കിലോമീറ്റർ. ഹെഡ്സ് എന്ന അനിയന. ഹെഡ്സിന്റെ ജ്യേഷ്ഠന്റെ പേരെന്താ? കിലോ ഹെഡ്സാ. അപ്പൊ നമ്മൾ അനിയന്മാരെ എടുക്കുകയാണെങ്കിൽ അനിയന്മാരെ വെച്ച് തന്നെ പഠിക്കണം, ജ്യേഷ്ഠന്മാരെടുക്കുകയാണെങ്കിൽ ജ്യേഷ്ഠന്മാർ തന്നെ. പക്ഷെ ഇവിടെ എന്നെന്നും വെലോസിറ്റി ഓഫ് ലൈറ്റ് അനിയന്റെ രൂപത്തിലാണ് പറയുന്നത്, മീറ്റർ വെച്ചിട്ടാണ് പറയുന്നത്. 3 × 10⁸8 km/s എന്ന് പറയില്ല. അപ്പൊ അത് കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് ആയ മീറ്റർ എന്ന ചെറിയ യൂണിറ്റിലേക്ക് മറ്റു യൂണിറ്റുകളൊക്കെ മാറ്റാൻ വേണ്ടിയാണ് കിലോ ഹെഡ്സിനെ ഞാൻ ഹെഡ്സ് ആക്കി മാറ്റിയത്. അല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ കാല് മുറിക്കൂലേ ചെരുപ്പിനനുസരിച്ച്? അല്ല, കാല് കോൺസ്റ്റന്റും ചെരുപ്പ് മാറുക വരിക. കാലാണോ മാറ്റാറ്, ചെരുപ്പാണോ മാറ്റാറ്? കാല് എന്നും കോൺസ്റ്റന്റാ. ചെരുപ്പ് നമ്മൾ വലുപ്പത്തിനനുസരിച്ച് മാറ്റൂലേ? ആ കാലിനനുസരിച്ച് ചെരുപ്പിനെ കൊണ്ടുവരണം. അങ്ങനെ തന്നെയല്ലേ? തെറ്റിയിട്ട് ചില പറഞ്ഞത്, തെറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തിക്കണം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ വെലോസിറ്റി ഓഫ് ലൈറ്റ് കോൺസ്റ്റന്റാ. അതിലേക്ക് അതിന്റെ യൂണിറ്റിലേക്ക് മറ്റേതിനെ കൊണ്ടുവരാം. അത് കിലോ ഹെഡ്സ് പറ്റൂല, ഹെഡ്സ് ആക്കണം. അതിനാണ് ഇവിടെ ഹെഡ്സ്. ഇതുപോലെ ഇനി ഈ സെക്ഷനിൽ അടുത്ത സെക്ഷനിൽ ശേഷമൊക്കെ യൂണിറ്റുകൾ സി ഉണ്ടെങ്കിൽ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റണം, കിലോമീറ്ററിന് മീറ്ററിലേക്ക് മാറ്റണം, കിലോ ഹെഡ്സിനെ ഹെഡ്സിലേക്ക് മാറ്റണം. ഇങ്ങനെ കുറെ പണി ചെയ്യാൻ. കിലോ ജൂളിന് ജൂളിലേക്ക് മാറ്റണം. ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം, കാരണം അത് കോൺസ്റ്റന്റ്. അപ്പൊ കണ്ടോ നിങ്ങൾ, ലാംഡന്റെ വാല്യൂ സി ബൈ ഇക്വേഷൻ ലാംഡ ഈക്വൽ ടു സി ബൈ ന്യൂ. എന്താ സി? 3 × 10⁸8. എന്താ ന്യൂ? 1368 × 10⁻3. കാൽക്കുലേറ്റർ എടുത്തോ, സയന്റിഫിക് എടുത്തോ, അടിച്ചോ, കിട്ടുമല്ലേ നോക്ക്. 3 × 10⁸8 ഹരിക്കണം, ചിഹ്നം എടുക്കുക. ബ്രാക്കറ്റിൽ നിർബന്ധമായിട്ട് ഇടണം. 99% സയന്റിഫിക്കിലും ബ്രാക്കറ്റ് ഇടാതെ ആൻസർ കിട്ടൂല. ഇല്ലാതൊന്ന് ചെയ്ത് നോക്കുക, അപ്പൊ മനസ്സിലാവും.
ബ്രാക്കറ്റ് എടുക്കുക, എന്നിട്ട് അടിച്ചോ 1368 ഇൻറ്റു 10⁻3. 10⁻3 ഞാൻ കാൽക്കുലേറ്ററിൽ അടിക്കുക. താഴ്ഭാഗത്ത് ആൻസർ ANS എന്ന ബട്ടന്റെ നേരെ EXP എന്നുണ്ടാവും, എക്സ്പോണന്റ്. ഓർമ്മയുണ്ടോ? സയന്റിഫിക് നൊട്ടേഷൻ അല്ലെ, എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ. അപ്പൊ ESP ആണ് 10 ആണ്. അപ്പൊ ഞാൻ അടിക്കൽ 1368 ഇൻറ്റു EXP3 എന്നാണ്. ESP3 ആണ് 10⁻3. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഈക്വൽ ടു നിൽക്ക് 219 പോയിന്റ് സംതിങ് കിട്ടും. ചെറിയൊരു വേരിയേഷൻ പ്രശ്നമല്ല. ഇത് കിട്ടാത്ത കാൽക്കുലേറ്റർ തൊട്ടടുത്ത് എവിടെയെങ്കിലും കുഴിയിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ 2 തവണ 3 തവണ മുക്കിയിട്ട് എടുത്തോളൂ, എന്നിട്ട് ചെയ്ത് നോക്കൂ, കിട്ടിക്കോളൂ കേട്ടോ. ചെയ്യരുത്, തമാശ പറഞ്ഞാണേ. തന്നെ അതിനിവേ നിങ്ങൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്ററിൽ ഹരിക്കണം എന്നുള്ള ചിഹ്നിട്ട് ബ്രാക്കറ്റ് ഇട്ട് ചെയ്തെങ്കിൽ ആൻസർ കിട്ടോളും ചെയ്യാം. കിട്ടും. കിട്ടിയില്ലെങ്കിൽ ഒരു രക്ഷയില്ലെങ്കിൽ എന്റെ നമ്പർ കൊടുത്തിട്ട് സംശയം ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി വേവ് ലെങ്ത് റേഞ്ച് ഓഫ് വിസിബിൾ സ്പെക്ട്രം എക്സ്റ്റെൻഡ് ഫ്രം വയലറ്റ് ടു റെഡ്. വിസിബിളിലെ ലെങ്ത് വയലറ്റ് മുതൽ റെഡ് വരെയാണ്, സംശയമൊന്നുമില്ല, വിബ്ജിയോർ അല്ലേ. എന്നിട്ട് ബ്രാക്കറ്റിലെ വയലറ്റിന്റെയും റെഡിന്റെയും വേവ് ലെങ്ത് കൊടുത്തിട്ടുണ്ട്. അത് നാനോമീറ്ററിൽ ആയതുകൊണ്ടാണ് ഞാനത് വേവ് ലെങ്ത് ആണെന്ന് മനസ്സിലാക്കിയത്. അല്ല, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് വേവ് ലെങ്ത് റേഞ്ച് ആണെന്ന് തന്നിട്ടുണ്ട്. എക്സ്പ്രസ് ദീസ് വേവ് ലെങ്ത് ഇൻ ഫ്രീക്വൻസി. ഇവകളെ ഫ്രീക്വൻസിയിലേക്ക് മാറ്റണം, ഹെഡ്സിലേക്ക് മാറ്റണം. അപ്പൊ എന്താ, സോ സിമ്പിൾ. എന്താണ് ന്യൂ വേവ് ലെങ്ത് തന്നില്ലേ, വേവ് ലെങ്ത് രണ്ടാളും വയലറ്റും തന്നു റെഡും തന്നു. അപ്പൊ സെപ്പറേറ്റ് ഇക്വേഷൻ എഴുതണം. വേവ് ലെങ്ത് ഫ്രീക്വൻസി നമ്മൾ ഇക്വേഷൻ എന്താ, വീണ്ടും ലാംഡ ന്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ, ഓ ലാംഡ ഈസ് ഈക്വൽ ടു സി ബൈ ന്യൂ. സി എന്താ, വെലോസിറ്റി ഓഫ് ലൈറ്റ്, അത് നമുക്കറിയാം. ചെയ്തുകൂടെ? വീണ്ടും വെലോസിറ്റി ഓഫ് ലൈറ്റ് വരുന്നുണ്ട്, അത് മീറ്റർ പെർ സെക്കൻഡിലാണ് പറയാറ്. മീറ്റർ പെർ സെക്കൻഡിലാവുമ്പോ നാനോമീറ്ററിലുള്ള വേവ് ലെങ്ത് മീറ്ററിലേക്ക് മാറ്റണം. അതിനു വേണ്ടിയാ 1 നാനോമീറ്റർ ഈക്വൽ ടു 10⁻⁻10 മീറ്റർ എന്ന് എഴുതിയത്, മറക്കണ്ട. അപ്പൊ എന്താ ഇക്വേഷൻ, എന്തൊക്കെയാ കാണേണ്ടത്? നമ്മള് ന്യൂ ഓഫ് വയലറ്റ് കാണണം, ന്യൂ ഓഫ് റെഡ് കാണണം. എന്തൊക്കെ തന്ന്, ലാംഡ ഓഫ് റെഡ് തന്ന് 750 നാനോമീറ്റർ അല്ലെങ്കിൽ 750 ഇൻറ്റു 10⁻⁹ മീറ്റർ. ലാംഡ ഓഫ് വയലറ്റ് തന്ന് വേവ് ലെങ്ത് 400 നാനോമീറ്റർ ഈക്വൽ ടു 400 ഇൻറ്റു 10⁻⁹ മീറ്റർ തന്നീലെ. ഇനി നമ്മൾ ആദ്യം ഞാൻ എന്ത് ചെയ്യട്ടെ, ഫ്രീക്വൻസി ഒരാളത് കാണട്ടെ. വയലറ്റിന്റെ കണ്ടത് എന്താ ഇക്വേഷൻ, ന്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ. ശരിയല്ലേ? അതില് സി തന്നു, ലാംഡയും തന്നു, കൊടുത്തോളൂ. കണ്ടോ, ലാംഡന്റെ വാല്യൂ വയലറ്റിന്റെ 400 ഇൻറ്റു 10⁻⁹, കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ 7.5 ഇൻറ്റു 10⁻14 ഹെഡ്സ് എന്ന് കിട്ടും. ഇതുപോലെ റെഡും കണ്ടൂടെ, സെയിം ഇക്വേഷൻ. റെഡിന്റെ വാല്യൂ 750 ഇൻറ്റു 10⁻⁹ ആണ് വേവ് ലെങ്ത്. നിങ്ങൾ ചെയ്ത് നോക്കൂ, 4 ഇൻറ്റു 10⁻14 ഹെഡ്സ് കിട്ടും. ഇങ്ങനെ നമുക്ക് സുന്ദരമായിട്ട് രണ്ടാമത്തെ പ്രോബ്ലം ചെയ്യാം. ഒക്കെ ശ്രദ്ധിക്കേണ്ട, പ്രോബ്ലത്തിൽ വാല്യൂസ് തരുമ്പോൾ ഏത് ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഇതൊക്കെ സാറേ ഇനി വേറെ ചോദ്യമൊക്കെ വന്ന് ഞങ്ങൾ എന്താ ചെയ്യുക എന്ന് സംശയം ഈ ചാപ്റ്ററിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരു ഗ്യാരണ്ടി തരാം, 99% ഈ ഞാൻ എഴുതി തന്ന ഈ ടെക്സ്റ്റ് ബുക്കിലെ ഈ പ്രോബ്ലംസ് മാത്രമേ പബ്ലിക്കിന് ചോദിക്കുള്ളൂ. ഓക്കെ, ഇനി അല്ലെങ്കിൽ ആ സംഖ്യ മാറ്റും. അപ്പൊ നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. ശരി, അടുത്ത ലാസ്റ്റ് പ്രോബ്ലം, അതുകൂടി ഈ സെക്ഷൻ തീരെയാണ്. കാൽക്കുലേറ്റ്, വേവ് നമ്പറും കാണണം, ഫ്രീക്വൻസിയും കാണും. ആരുടെ, യെല്ലോ റേഡിയേഷൻ, വിബ്ജിയോറിലെ യെല്ലോ ഇല്ലേ, അതിന്റെ വേവ് ലെങ്ത് എത്ര, 5800 ആങ്സ്ട്രം മീറ്റർ. അപ്പൊ എന്താ വേവ് നമ്പറിന്റെ ഇക്വേഷൻ പറയും, 1/λ. ശരിയല്ലേ? വേവിന്റെ ന്യൂ ബാർ ഈക്വൽ ടു 1/λ. ലാംഡ തന്നിട്ടുണ്ട് 5800 ആങ്സ്ട്രോം മീറ്ററിൽ. നമ്മൾ ലാംഡന്റെ വേവ് നമ്പറിന്റെ യൂണിറ്റ് മീറ്റർ ഇൻവേഴ്സോ സെന്റിമീറ്റർ ഇൻവേഴ്സോ അല്ലേ തന്നെ. അപ്പൊ മീറ്ററിലേക്ക് ആക്കലല്ലേ നല്ലത്. അപ്പൊ എന്ത് ചെയ്യും, ലാംഡന്റെ വാല്യൂ നമ്മൾ മാറ്റണം. ഗിവൺ ലാംഡ 5800 ആങ്സ്ട്രം, 5800 ഇൻറ്റു 10⁻⁻10 മീറ്റർ. ഇനി എന്ത് കാണണം, ന്യൂ ബാർ കാണണം, അല്ലെങ്കിൽ 1/λ. രണ്ടൊന്നല്ലേ, അല്ലെങ്കിൽ പിന്നെ ന്യൂ കാണാം. അപ്പൊ കാണാനുള്ളത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടതാണ്. അടുത്ത് നോക്കൂ, ന്യൂ ബാറിന്റെ ഇക്വേഷൻ 1/λ, 1/5800 ഇൻറ്റു 10⁻⁻10. എങ്ങനെ 10⁻⁻10 വന്ന, ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ, നിങ്ങൾ ഡയമെൻഷണൽ അനാലിസിസ് പഠിക്കുമ്പോൾ അവിടെ ഞാനൊരു 3 എക്സാമ്പിൾ എഴുതി തന്നിട്ടുണ്ട്. 1 നാനോമീറ്റർ, 1 പൈക്കോമീറ്റർ, 1 ആങ്സ്ട്രോം. ഇത് നിങ്ങൾക്ക് അടുത്ത ചാപ്റ്ററിൽ വരുന്നുണ്ട്. വന്നീലേ, ഇതാണ് നമ്മൾ പറഞ്ഞതൊക്കെ അവിടെയും ഇവിടെയും വരും. കാരണം നിങ്ങൾ 14 ചാപ്റ്ററും കലക്കി കുടിച്ച ആളാണ് നമ്മൾ. അതുകൊണ്ട് ഓരോ സ്ഥലത്തും ഓരോ ഇട വരുന്ന നമുക്കറിയാം. പിന്നെ അതുകൊണ്ടാണ് ഞാൻ അനോമലസ് ബിഹേവിയർ 3rd ചാപ്റ്ററിൽ എടുത്തപ്പോ ലിങ്കിറ്റസ് ബ്ലോക്ക്, ഡയമെൻഷൻ അനാലിസിസ് എടുത്തപ്പോ ലിങ്കിറ്റസ് ബ്ലോക്ക് അത് അവിടെ വരുന്നുണ്ട്. എവിടെ നിന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ എന്താ വരുന്നത്, 1/λ 1/5800 ഇൻറ്റു 10⁻⁻10. ആൻസർ എന്താ, 1.724 ഇൻറ്റു 10⁻6 കിട്ടിയില്ലേ. ആ 10⁻6 കിട്ടി. അതിനെ ഞാൻ 10⁻4 ആക്കി എഴുതിയത് എന്തിനാണെന്നറിയോ, നമ്മൾ നേരത്തെ വേവ് നമ്പറിന് 2 യൂണിറ്റ് ഉണ്ടെന്ന് പഠിഞ്ഞില്ലേ. അതിൽ ഒരു യൂണിറ്റ് മീറ്റർ ഇൻവേഴ്സും മറ്റൊന്ന് സെന്റിമീറ്ററിലാണ്. അങ്ങനെ കൺവേർട്ട് ചെയ്തതാണത്. ഓക്കെ, അപ്പൊ ഇനി ഇതാണ് മീറ്റർ ഇൻവേഴ്സിലായി സെന്റിമീറ്റർ. ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് എഴുതിയാൽ മതി കേട്ടോ. മീറ്റർ ഇൻവേഴ്സ് വെച്ചുള്ള ആൻസർ മാത്രം എഴുതിയാൽ മതി. അഥവാ ആൾസോ എക്സ്പ്രസ് ദി യൂണിറ്റ് ഇൻ സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ സെന്റിമീറ്റർ ഇൻവേഴ്സിൽ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത് നോക്കുക,
അടുത്തെന്താ ന്യൂ കാണണം, കാരണം വേവ് നമ്പർ അല്ലേ കണ്ടുള്ളൂ, ഫ്രീക്വൻസി കാണണ്ടേ എല്ലോന്റെ. എന്താ ഫ്രീക്വൻസി ഇക്വേഷൻ? സി ബൈ ലാംഡ. സിയുടെ വാല്യൂ എത്ര? ലാംഡന്റെ വാല്യൂ എത്ര? ചെയ്ത് നോക്കൂ കാൽക്കുലേറ്ററിൽ. ന്യൂ കാണും 5.17 into 10⁻14. നിങ്ങൾ ചെയ്ത് നോക്കുക. ബ്രാക്കറ്റ് ഇടാതെ ചെയ്താൽ തെറ്റാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. ഓക്കെ, മനസ്സിലായോ? ഇതാണ് വലിയൊരു സെക്ഷൻ ആണ് അല്ലെ. ഇത്രയുമാണ് ഈ സെക്ഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് പഠിക്കണം. പിന്നെ ഞാൻ സ്ലൈഡ് ഉപയോഗിച്ചത് ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ കുറച്ചൊരു കണ്ടന്റ് കാണിക്കണം. അതുകൊണ്ട് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിച്ചാൽ അതൊരു എഫക്റ്റ് ആവൂല. എന്നെ കാണലല്ലല്ലോ ഇമ്പോർട്ടന്റ്, എന്റെ മോന്ത നിങ്ങൾ കാണലല്ല, നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടലാണ്. അതുകൊണ്ടാണ് ഞാൻ മോന്ത ചെറുതാക്കി കൊണ്ടുവന്നത്. ഓക്കെ, എല്ലാവരും മനസ്സിരുത്തി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. വീണ്ടും വീണ്ടും മുൻ സെക്ഷനുകൾ പഠിക്കുക കാണാത്തവരുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നെക്സ്റ്റ് സെക്ഷൻ മനസ്സിലാവില്ല, ശേഷമുള്ളത് മനസ്സിലാവില്ല. ഓക്കെ, താങ്ക് യു.